എന്റെ അമ്മ ഒന്ന് കണ്ണു തുറന്നു തന്നെ പാർട്ടിക്കാരെ കൊലവിളി കേട്ടിട്ടാ. നേരം വെളുത്ത് വരുമ്പോഴേക്കും പ്രാന്താണ് ദൈവം ഇങ്ങനെ അനൗൺസ് ചെയ്ത് പോകാന്ന് ആലോചിച്ചിരിക്കുമ്പോ ദേ അമ്മ ജോലിക്ക് പോണു. അപ്പാണ് എനിക്ക് മനസ്സിലായത് ഞാൻ എഴുന്നേറ്റത് 9:30-ക്കാണ്. പിന്നെ അങ്ങോട്ട് ഞാൻ ഇന്നത്തെ ദിവസം കേട്ട പാർട്ടിക്കാരെ പാട്ടുകൾക്ക് എണ്ണല്ല കേട്ടാ. അങ്ങനെ ആദ്യത്തെ പാട്ടും കേട്ട് പല്ല് വയ്ക്കാൻ പോയപ്പോ ദേ വരുന്ന അടുത്ത പാട്ട്. അങ്ങനെ ആ പാട്ടും കേട്ട് ആസ്വദിച്ച് ചോറിന് വരുന്നപ്പോ ദേ വരുന്ന അടുത്ത പാട്ട്. എന്നാലും ഇവിടുന്നാണ് നമുക്ക് ഇത്രയും നല്ല പാട്ടുകൾ കിട്ടുന്നത്. ഇലക്ഷൻ നടക്കണമെന്നുള്ളത് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം. അതും പോരായിട്ട് എല്ലാ വീട്ടിലും കയറി പറയണുണ്ട്. പോരാത്തന്നെ ഒരു ലോഡ് ഫ്ലെക്സ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ദൈവം ഇത്രയും പൈസ മുടക്കിയവന്മാര് രാവും പകലില്ലാണ്ട് തലറ് വിളിച്ച് നടക്കണമെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പിന്നെ എല്ലാ ജനങ്ങളുടെ നന്മയ്ക്കാന്ന് ആലോചിക്കുമ്പോൾ ഒരു സമാധാനം. അതെ അതെ. എന്തൊരു ശേഷം ഗുഡ് മോർണിംഗ് കേട്ടാ. എനിക്കാണെങ്കിൽ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോ വിശപ്പിന്റെ ഒരു പ്രശ്നം വരും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, വീടിന്റെ ബാക്കിലെ പറമ്പിലിറങ്ങി കണ്ടതൊക്കെ പൊട്ടിച്ച് തിന്നും. അപ്പോഴെങ്കിൽ പെട്ടെന്ന് ഓർമ്മ വന്ന അടുക്കളയിൽ അമ്മ സപ്രോട്ട പഠിപ്പിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ അതിന് പഴുത്തൊരു സപ്രോട്ടം കണ്ടുപിടിച്ച് അതും കടിച്ചു പിടിച്ച് വീടിന്റെ ഉമ്മർത്ത് വന്ന് അടുത്ത പാട്ടുകാരെ വണ്ടി നോക്കിയിരുന്നു. പെട്ടെന്നാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഇന്നൊരു സ്പെഷ്യൽ ഡീലിംഗ് ഉണ്ടല്ലോ. കുറച്ച് ലൂബിക്കായ കൈമാർക്ക് കൊടുത്തിട്ട് ഇന്നൊരു സ്പെഷ്യൽ സാധനം സ്മഗ്ലി ഇറക്കാനുണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കില്ല കേട്ടാ, ചെത്ത് പയ്യനായി സഞ്ചി എടുത്ത് ഞാൻ ഇറങ്ങി. അങ്ങനെ എന്റെ പുതിയ റോസ് സഞ്ചിയിൽ ഞാൻ ലൂബിക്കായും കൊണ്ടുപോയി എനിക്ക് കിട്ടാനുള്ള സ്പെഷ്യൽ സാധനം കളക്ട് ചെയ്ത് ഞാൻ വീട്ടിൽ തിരിച്ചെത്തി. ശബരിമല ഇറക്കിയ നല്ല അടിപൊളി അരവണ. എത്ര കാലമായി എന്നറിയോ ഒരു അരവണയൊക്കെ കഴിച്ചിട്ട്. സന്തോഷം. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ എല്ലാ വർഷം മുടങ്ങാണ്ട് കിട്ടിയിരുന്ന ഏക ഐറ്റം അരവണയായിരുന്നു. ശബരിമല സീസൺ ഏതായാലും നമുക്ക് അരവണ കിട്ടിയാൽ മതി. അപ്പൊ ശരി.